ഒരു ഔട്ട്സ്റ്റാൻഡിങ് വർക്കാണ്. നമ്മൾ ഐ തിങ്ക് പ്രോബ്ലി ഫോർ സുദർശൻ ആൻഡ് മീ നമ്മുടെ കരിയറിൽ തന്നെ ഇങ്ങനത്തെ ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു അറസ്റ്റും നമ്മൾ കേൾവിപ്പെട്ടിട്ടില്ല. അമേരിക്ക തേടുന്ന രാജ്യാന്തര സാമ്പത്തിക കുറ്റവാളി അലക്സേജ് ബെസിയോക്കോവ് കഴിഞ്ഞ ദിവസമാണ് വർക്കല പോലീസിന്റെ പിടിയിലായത്. CBI നൽകിയ വിവരമനുസരിച്ച് വർക്കലയാകെ തെരഞ്ഞിട്ടാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞത്. അതിന് വഴിയൊരുക്കിയത് വർക്കല പോലീസിലെ CPO. കുടുങ്ങിയെന്ന് മനസ്സിലായപ്പോൾ ഇയാൾ 500-ന്റെ നോട്ടുകെട്ടുകൾ പോലീസിന് വെച്ച് നീട്ടി. അപ്പോൾ ആദ്യം ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ജോജിൻ രാജാണ്. ഇദ്ദേഹം ടൂറിസം വിങ്ങിലുള്ള CPO ആണ്. അപ്പോൾ ഇദ്ദേഹം ഈ റെഗുലർ ചെക്കിംഗ് ചെയ്തിട്ട് ഇത് വീടാണോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ പോയിട്ട് നോക്ക് ചെയ്തപ്പോഴത്തേക്കും പുള്ളി തന്നെ വന്ന് ഡോർ ഓപ്പൺ ചെയ്തു. പുള്ളി ബാഗൊക്കെ പാക്ക് ചെയ്ത് നിൽക്കുകയായിരുന്നു. ബിക്കോസ് അന്ന് വൈകിട്ടായിരുന്നു പുള്ളിയുടെ റിട്ടേൺ. അപ്പോൾ പുള്ളി ചോദിച്ചു, പോലീസിനെ കണ്ടപ്പോഴത്തേക്കും പോലീസിന് മനസ്സിലായി. അപ്പോൾ പുള്ളി കുറച്ച് പൈസ എടുത്ത് ഓഫർ ചെയ്തു. പിന്നെ പുള്ളി പറഞ്ഞു 1 സെക്കൻഡ് ഞാനിപ്പോൾ ജസ്റ്റ് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് പുള്ളി പുറത്ത് വന്നിട്ട് ഇൻസ്പെക്ടറെയും ടീമിയും ഉടനെ വിളിച്ചു. ഇവരെല്ലാവരും വന്നു. ഉടനെ തന്നെ ഈ അലക്സേജിനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു. വർക്കല ACP ഗോപകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ഓപ്പറേഷൻ. പ്രതിയെ കയ്യിൽ കിട്ടിയപ്പോഴാണ് വലയിൽ കുടുങ്ങിയത് വമ്പൻ സ്രാവാണെന്ന് കേരള പോലീസ് തിരിച്ചറിഞ്ഞത്. സോ ഈ പുള്ളിക്ക് സ്വന്തമായിട്ട് ഒരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ഉണ്ട്. അതിൻ്റെ പേര് ഗ്യാരൻടെക്സ് എന്നാണ്. ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിനകത്ത് പുള്ളി റാൻസം വെയർ അറ്റാക്സ് ചെയ്യും. അതിൽ നിന്ന് വരുന്ന വരുമാനം, നാർക്കോട്ടിക് ഡീൽസിൽ നിന്ന് വരുന്ന വരുമാനം, ഈവൻ OSM ചൈൽഡ് സെക്ഷൽ അബ്യൂസ് മെറ്റീരിയൽ ഇത് ഷെയർ ചെയ്യുന്നതിൽ വരുന്ന വരുമാനം, ഈ വരുമാനമൊക്കെ ഹാക്കൊക്കെ കുറേ വലിയ കോർപ്പറേറ്റ്സിനെ ഹാക്ക് ചെയ്തിട്ടുണ്ട്. യൂറോപ്പിലും നോർത്ത് അമേരിക്കൻ കൺട്രീസിലും ഓസ്ട്രേലിയയിലും വരെ. അപ്പോൾ ഇതുവരെ ഈ ഗ്യാരൻടെക്സിൽ ഈ തട്ടിപ്പൊക്കെ നടത്തി ലോസ് ആയിട്ടുള്ളത് റെക്കോർഡ്സ് പ്രകാരം ഓൾമോസ്റ്റ് 1,263 crores വർത്ത് മണിയാണ് ഈ പുള്ളിയുടെ ഈ ഗ്യാരൻടെക്സ് ക്രിപ്റ്റോ കറൻസിനകത്തുള്ളത്. കഴിഞ്ഞ 5 വർഷമായി വർക്കലയിൽ വരുന്ന ഇയാൾ ഹോം സ്റ്റേ സ്ഥിരമായി വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ്. 5 ലക്ഷം രൂപയാണ് ഹോം സ്റ്റേക്ക് വർഷാവർഷം ഇയാൾ വാടകയായി നൽകുന്നത്. ഒരൽപ്പം വൈകിയിരുന്നെങ്കിൽ കേരള പോലീസിന്റെ കണ്ണും വെട്ടിച്ച് പ്രതി വിദേശത്തേക്ക് പറക്കുമായിരുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.